ഉറപ്പായും ഇനി ആന്റണി രാജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായിട്ട് പോയി കഴിഞ്ഞാലും ആ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് വിശദമായ വാദം കേൾക്കിയതിന് ശേഷം മാത്രമാണ് കോടതി അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള നിലവിൽ സാധ്യതയുള്ളൂ. ഇനി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുന്നു, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും LDFന്റെ എല്ലാ കാൻഡിഡേറ്റ്സും സജീവമായിട്ട് തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇനിയും ഇതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് LDF ഒരിക്കലും തയ്യാറായേക്കില്ല. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി നിന്ന സമയത്ത് ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ആരായിരിക്കും എന്നുള്ളൊരു കാര്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്ത ദിവസത്തേക്ക് കോടതി വിധി വരികയാണല്ലോ, ആ കോടതി വിധി വരുന്നവിടം വരെ നമ്മൾ കാത്തിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതൊരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ വിധി തന്നെയായിരുന്നു. സ്വാഭാവികമായും ഇനി ആന്റണി രാജു ഇനി മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പകരം ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യ കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു മുഖം എന്ന് പറയുന്നത് ആന്റണി രാജു ആയിരുന്നു. ആന്റണി രാജുവിന് പകരം വെക്കാൻ പറ്റുന്ന അത്ര തലയെടുപ്പുള്ള ഒരു നേതാവ് ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ CPM അത് സീറ്റ് ഏറ്റെടുക്കുമോ, അതല്ല നേരത്തെ കേരള കോൺഗ്രസ് M ഈ സീറ്റ് അവകാശപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് M കൊടുക്കുമോ എന്നുള്ളതാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. CPM ഏറ്റെടുത്ത് മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും അതിൽ ഇനി വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവും, ഒരു തീരുമാനം LDF എടുക്കും, CPM എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിജോ, അതാണ് വീണ്ടും MK ഷുക്കൂറിലേക്ക് പോവുകയാണ്. ഷുക്കൂർ, ഏതെങ്കിലും രീതിയിൽ ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ജീന, ഇടക്കാല ഉത്തരവ് എന്ന രീതിയിലാണ് ഒരു മരവിപ്പിക്കൽ ആവശ്യം ഈ കോടതിയിൽ ആന്റണി രാജു ഉന്നയിച്ചത്. എന്തായാലും ആ ഒരു റിലീഫ് നിലവിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ആവശ്യം ഉന്നയിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ ആന്റണി രാജുവിൻ്റെ ഈ ആവശ്യത്തിൽ അടിയന്തര സ്വഭാവമുണ്ടോ എന്ന് സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ നൽകാനുള്ള തീയതി ഇന്നലെ ആരംഭിച്ചതാണ്. 23-ാം തീയതി വരെയാണ് അത്തരമൊരു അവസരമുള്ളത്. ആ അവസരത്തിനകത്ത് ഈ കേസ് പരിഗണിച്ച് അതിനകത്ത് ഒരു വിധി നൽകേണ്ടതുണ്ട്. അത്തരമൊരു വിധി നൽകാൻ അത്യാവശ്യമായ ഒരു അടിയന്തരമായ ഒരു സാഹചര്യം ഈ കേസിലുണ്ടോ എന്ന് സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കും. എങ്കിൽ മാത്രമേ വീണ്ടും അദ്ദേഹത്തിന് ഒരു ആശ്വാസത്തിനുള്ള ഒരു വകയുള്ളൂ. എന്തായാലും ഡിവിഷൻ ബെഞ്ചിലേക്ക് അദ്ദേഹം പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും തിങ്കളാഴ്ച വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിവസം. അത് ഒരു അടിയന്തര സ്വഭാവത്തോടുകൂടി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചാൽ മാത്രം അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കാവുന്നതാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് അപ്പീൽ നൽകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലേ? തീർച്ചയായും ഇതൊരു അടിയന്തര ആവശ്യമായി തന്നെയാണ് കോടതിക്ക് മുന്നിൽ ഇതിനകം തന്നെ ഇവർ സമർപ്പിച്ച അപേക്ഷയിലുള്ളത്. ഇടക്കാല തിങ്കൾ വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളത്. തെരഞ്ഞെടുപ്പ് മത്സരം എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതി ഈ ശിക്ഷ മരവിപ്പിച്ച് തനിക്ക് ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നടപടിക്രമത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകണം എന്ന ആവശ്യമാണ് ആന്റണി രാജു ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ആ ആവശ്യമാണ് വളരെ കാര്യമായ വാദങ്ങളൊക്കെ കേട്ട ശേഷം തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. വീണ്ടും സിജോ വിജോണിലേക്ക് പോവുകയാണ്. സിജോ, തിങ്കളാഴ്ച വരെ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ ഈ ഒരു കേസിൽ വിധി വരണം, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ അദ്ദേഹം സമീപിക്കണം. അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം കോടതി പരിഗണിക്കുമോ എന്ന് അറിയണം. അതിനുശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധി വന്നതിന് ശേഷം കാത്തിരിക്കുക, അല്ലെങ്കിൽ ആന്റണി രാജു പ്രചാരണമായി മുന്നോട്ട് പോകുക. ആ ഒരു കാത്തിരിപ്പിന് LDF തയ്യാറാകാൻ സാധ്യതയുണ്ടോ? അതിനൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ 4-5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രം ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. അത് പൊതു സ്വതന്ത്രനെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പട്ടിക വന്നാൽ ഉടനെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ ഇപ്പോൾ പ്രചരണ രംഗത്തുണ്ട്. അത് മാത്രമല്ല, ഇനി വളരെയധികം കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം കാത്തുനിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിച്ച് വീണ്ടും പ്രചരണ രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും എതിർ സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും കളം പിടിച്ചിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു റിസ്ക് എടുക്കാൻ LDF തയ്യാറാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം അതിന് സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ആന്റണി രാജുവിൻ്റെ കാര്യത്തിൽ പ്രത്യേക കരുതൽ വേണോ എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവാം. പക്ഷെ വളരെ സാധ്യത കുറവാണെന്നുള്ളതാണ് ഉള്ളത്. ആന്റണി രാജുവുമായി സ്വാഭാവികമായിട്ടും CPM സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പിണറായി വിജയനൊക്കെ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭ്യർത്ഥന
മാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സമയത്ത് ഇന്ന് ഒരു ദിവസത്തേക്ക് കൂടി കാത്തിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ സ്ഥാനാർത്ഥിയെ സീറ്റ് ഏറ്റെടുക്കാൻ CPM തയ്യാറായാൽ സ്വാഭാവികമായും ആന്റണി രാജുവും അതിന് വഴങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു MLA മാത്രമുണ്ടായിരുന്ന പാർട്ടിയാണ് അദ്ദേഹത്തിന് 2.5 വർഷക്കാലം മന്ത്രിസ്ഥാനം പോലും നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കെയർ LDF നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും അതുമായിട്ട് സഹകരിക്കാനാണ് ഒരു സാധ്യതയുള്ളത്. ഇനിയുള്ളതെന്ന് പറയുന്നത് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സമീപിച്ചിട്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഹർജി പരിഗണിച്ച് അതിനൊരു അപ്പീൽ, അതിനൊരു ശിക്ഷാവധി സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു അസാധാരണമായ ഒരു സാഹചര്യം മാത്രമാണ് ഉള്ളത്. അത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് LDF CPM ആ സീറ്റ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഏതായാലും ആന്റണി രാജുവിന്റെ കേസിൽ വിധി വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാമെന്ന് MV ഗോവിന്ദൻ അന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം എന്നുള്ളൊരു നിലപാട് അന്ന് തന്നെ പാർട്ടിക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാകുന്നത് ആന്റണി രാജുവിന്റെ പേര് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ CPM ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെ പരിഗണിക്കാനാണ് സാധ്യത? എന്താണ് LDFന്റെ നീക്കം? 2-3 പേരുടെ പട്ടിക CPM തയ്യാറാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ആര് വേണം എന്നുള്ളത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിനിടെയാണ് കേരള കോൺഗ്രസ് M അക്കാര്യത്തിൽ ഒരു സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് വരികയും ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് M-ന് ആ സീറ്റ് വിട്ടു നൽകി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു വിജയസാധ്യത വളരെ കുറവാണെന്നുള്ളൊരു വിലയിരുത്തലാണ് CPM-നുള്ളത്. അതുകൊണ്ട് 2-3 പേരുടെ പട്ടികയുണ്ട്. എന്തായാലും വൈകാതെ തന്നെ അത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.